ഇടുക്കി മണ്ഡലത്തിൽ റോയ് കെ പൗലോസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തതിൽ വിമർശനവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ UDFന് വിജയസാധ്യതയുള്ളൂ എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് പറഞ്ഞത്. ഇടുക്കിയിൽ ഇതിനുണ്ടായത് ആ ഒരു പറച്ചിലിന് അർത്ഥമില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇതൊരു ഒരു ടീം സ്പിരിറ്റ് LDFന് താഴെ ഇറക്കണം. അവിടെ അഴിമതി ഭരണത്തിന് ഒരു അറുതി വരുത്തണം എന്നുള്ള താല്പര്യമാണെങ്കിൽ ഒരാൾക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവർക്ക് ഇതെല്ലാ സീറ്റും എടുത്ത് മത്സരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി പറയണ ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസിനോട് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം കേരള കോൺഗ്രസ് പാർട്ടി വളരെ പ്രതീക്ഷിച്ചതാണ്. ഇവിടെ മത്സരിക്കാനായിട്ട് ഇവിടുന്ന് ജില്ലാ പ്രസിഡന്റ്, എൻ്റെ പേരുണ്ടായിരുന്നു, ജില്ലാ പ്രസിഡൻ്റുണ്ട്, ഇല്ലെങ്കിൽ ഷീല സ്റ്റീഫനുണ്ട്, ഇല്ലെങ്കിൽ അബു ജോൺ ജോസഫിനെ ഇവിടെ പ്രയോഗിക്കാം, ഇല്ലേ മത്സരിക്കാൻ പറ്റിയ ഒട്ടേറെ ആൾക്കാർ ഇവിടെ ഇടുക്കി നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുത. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതൃത്വം അതിന് വേണ്ട ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ചെയ്തില്ല. ഈ ഏറ്റുമാനൂരും കുട്ടനാടും വിട്ടുകൊടുക്കാമായിരുന്നു. പക്ഷേ കുട്ടനാട്ടിലൊക്കെ നമുക്കറിയാം, അവർ പരിഹസിച്ച് പറയുന്നത് നിങ്ങൾക്ക് ആൾ കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇടുക്കിയിൽ അവർക്കത് പറയാൻ പറ്റത്തില്ല. ഇടുക്കിയിൽ നടത്തിയിരിക്കുന്ന സമരങ്ങൾ മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് തൊടുപുഴയിൽ നിന്ന് വന്നല്ല, ഇടുക്കിയിലുള്ള കേരള കോൺഗ്രസ്സുകാരാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞ കാലത്തെ സമരങ്ങൾ അത്രയും. ആ സമരങ്ങൾക്കൊക്കെ ആളെ ഇറക്കിയിരിക്കുന്ന എല്ലാ പഞ്ചായത്തിൽ നിന്നും ആളെ ഇറക്കി അവിടെ നല്ല രീതിയിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കേരള കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കേരള കോൺഗ്രസ് അവിടെ കുറവാണെന്ന്? ഇടുക്കി നിയമമുള്ളത്. അതേസമയം കേരള കോൺഗ്രസുമായി ഒരു പ്രശ്നങ്ങളുമില്ല എന്നും ഇടുക്കിയിൽ ജയം ഉറപ്പാണ് എന്നുമാണ് സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് വ്യക്തമാക്കിയത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ 9-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത്. ആ ജനവിധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുന്നിൽ അവശേഷിച്ചിട്ടുള്ളത്. ഈ ചുരുങ്ങിയ സമയപരിധികളിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം, പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായ നിലയിൽ നിർവഹിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കേരള അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു MLA എന്നുള്ള നിലയിൽ അവിടെ കടന്നു ചെല്ലാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. PK സ്റ്റാലിനുണ്ട്. സ്റ്റാലിൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷവും കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ചില വിയോജിപ്പുകളും എതിർപ്പുകളും ഉയരുകയാണ്. തീർച്ചയായും അഭിലാഷേ, ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസിന് വളരെ അതിർത്തിയുണ്ട്. കാരണം 1991 മുതൽ ഇങ്ങോട്ട് കേരള കോൺഗ്രസ് ഇരു വിഭാഗങ്ങളാണ് ഇവിടെ സീറ്റ് കൈയടക്കിയിട്ടുള്ളതും ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു മത്സരിച്ചത്. 5000 വോട്ടിനാണ് റോഷി അഗസ്റ്റിനോട് പരാജയപ്പെട്ടത്. ഇത്തവണയും സീറ്റ് കേരള കോൺഗ്രസ് തന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റായ ശ്രീ MJ ജേക്കബ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച നോബിൾ ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകൾ ആയിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അതേസമയം ജയസാധ്യത ഇല്ല എന്ന കാരണം മുൻനിർത്തിയാണ് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കാനുള്ള തീരുമാനം ആദ്യം മുതലേ അത്തരം ചർച്ചകൾ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കേരള കോൺഗ്രസ് വിഭാഗം വളരെ അതൃപ്തരായിരുന്നു. ഇവർ മുന്നോട്ട് വെക്കുന്ന 1-2 കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് 20-25 വർഷങ്ങളായിട്ട് ഇവിടെ പീരുമേട്, ഉടുമ്പൻചോല, അതുപോലെ ദേവികുളം നിയോജക മണ്ഡലങ്ങളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് മാത്രമല്ല ഇവിടെ പരാജയം സംഭവിക്കുന്നത്, UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം ഉണ്ടാവാത്തതിന്റെ പേരിലാണ് എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് പിടിച്ചെടുത്തത് കാര്യത്തിൽ അവർക്ക് വലിയ അതൃപ്തിയുണ്ട്. എന്തായാലും വളരെ അഭ്യൂഹങ്ങൾക്ക് ഒടുവിലാണ് ഇന്നലെ റോയ് കെ പൗലോസിന്റെ സീറ്റ് ഉറപ്പാക്കിയത്. ദീർഘകാലമായി ഇടുക്കിയിലെ പൊതുപ്രവർത്തകൻ, KPCC രംഗത്തുള്ളയാള്, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ്, അങ്ങനെയുള്ള ജില്ലയിലാകമാനം വലിയ വേരുകളുള്ള ഒരാൾ തന്നെയാണ് റോയ് കെ പൗലോസ്. അതേസമയം ഇടുക്കിയുടെ UDF ചെയർമാനായ ജോയി വെട്ടിക്കുഴിയുടെ പേരായിരുന്നു ആദ്യ മുതലേ ഇവിടെ രംഗത്തുണ്ടായിരുന്നത്.
അവസാന നിമിഷത്തിലാണ് ഇപ്പോൾ റോയ് കപൂരിസിലേക്ക് സീറ്റ് എത്തിയിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള അതിർത്തി നിലനിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, വിശദാംശങ്ങളാണ് വി കെ സ്റ്റാലിൻ നൽകിയത്.